പേപ്പർ 2030 വരെയുള്ള പേപ്പറിൽ നമുക്ക് വണ്ടി കൊടുക്കാം. മെക്കാനിക് ഫിറ്റ്, മെക്കാനിക് ഒന്നും നോക്കാനില്ല. DI ഇഞ്ചൻ വണ്ടിക്ക് കംപ്ലൈന്റ് വരൂല. എണ്ണ അടിച്ചാ ഓടാം. മൈലേജും ഉണ്ട്, കൊണ്ടെടുക്കും ചെയ്യാം. 7 ആൾക്ക് 8 ആൾക്ക് സുന്ദരമായിട്ട് വണ്ടിയും കിങ്, മൈലേജിലും കിങ്. ഈ 65,000 രൂപയാണ് ചോദിക്കണേ. എന്തേലൊക്കെ കുറച്ച് നമുക്ക് കൊടുക്കാം. ഇവിടെ ഉള്ള ആൾക്കാർ, ഞങ്ങൾ ഈ നാട്ടില് പരിസരത്തുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ 1,25,000 രൂപ അവിടെ തിരൂർന്ന് ലോൺ കൊടുക്കും. ബാങ്കാണ് ചെയ്യുന്നുണ്ടെങ്കിൽ അവരെ പേപ്പർ ക്ലിയർ ആണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് എത്ര കിട്ടണോ അത്രയും ഫിനാൻസ് നമുക്ക് ചെയ്ത് കൊടുക്കാം. വണ്ടി കൊണ്ടെടുക്കുമ്പോണ്ടല്ലോ പവറാണ്. പവറിലുണ്ട്, പെർഫോമൻസിലുണ്ട്. അന്നൂല വണ്ടി 170 കിലോമീറ്റർ പോലും. സൺറൂഫ്, ക്ലൈമറ്റ് കൺട്രോൾ, AC, പവർ സ്റ്റിയറിംഗ്, പവർ വിൻഡോ, അലോയ് എല്ലാ ഫീച്ചേഴ്സും അന്ന് ഇറങ്ങിയ വണ്ടിയാ. കിടിലം വണ്ടി. ഒന്നും നോക്കാല്ല, കൊണ്ടുപോവാ, ഉപയോഗിക്കാം. ഓട്ടോമാറ്റിക് വണ്ടി 2 ലക്ഷം രൂപയ്ക്ക് പ്രീമിയം വണ്ടി. വിന്റേജ് ജീപ്പ് ബില്ലീസ് എന്ന് പറയും. 82 2029 വരെ പേപ്പർ ഉണ്ട്. എല്ലാ ഭാഗങ്ങളും ഓക്കെയാണ്. പാച്ച് വർക്ക് കാര്യങ്ങളൊന്നുമില്ല. പവർ സ്റ്റിയറിംഗ് കാര്യം വണ്ടി കേട്ടോ. പവർ സ്റ്റിയറിംഗ് കയറ്റിയ ജീപ്പ്. അതെ, പവർ സ്റ്റിയറിംഗ് ഒക്കെ ഉണ്ട്. പവർ സ്റ്റിയറിംഗ് കയറ്റിയ ജീപ്പാണ്. എല്ലാ ഫിറ്റിംഗ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊരു നിങ്ങൾ പറയാന്നുണ്ടെങ്കിൽ വില്ലേജ് പഴമ നിലനിർത്തിക്കൊണ്ടിരിക്കുന്ന വണ്ടിയാണ്. വിന്റേജ് നമ്പറാണ്. KE എന്ന് പറഞ്ഞ നമ്പറാണ് വണ്ടിമേ. വിന്റേജ് നമ്പർ കാര്യങ്ങളെല്ലാം ഉള്ള. നിങ്ങൾ ബൈക്കോ ജീപ്പോ കാറോ ബസ്സോ ലോറിയോ എന്തുകൊണ്ടെന്നാലും എക്സ്ചേഞ്ച് ചെയ്തിട്ട് ഇവിടെയുള്ള കാറുകൾ നിങ്ങൾക്ക് കൊണ്ടുപോകാം. ഇനിയിപ്പോൾ ചെറുവണ്ടികൾ കൊടുത്തിട്ട് വലിയ വാഹനങ്ങളൊക്കെ 7 സീറ്റർ ഒക്കെ നോക്കുന്നുണ്ടെങ്കിൽ ഒരുപാട് വാഹനങ്ങൾ ഇവിടെ സ്റ്റോക്ക് ഉണ്ട്. എല്ലാ കാറ്റഗറി ഉണ്ട് കേട്ടോ. SUV ടൈപ്പ്, സെഡാന്, 7 സീറ്റർ ചെറുവണ്ടികൾ 40,000 തൊട്ടാണ് ഇവിടെ വാഹനങ്ങൾ സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നത്. ഞാൻ ഇന്നുള്ളത് തിരൂർ അൽഹംദ് യൂസർ കാർ ഷോറൂമിലാണ്. വലിയ പാടമാണ് പ്ലേസ് വരുന്നത്. അതായത് തിരൂറിന് താനൂറിലേക്ക് വരുന്ന വഴിക്ക് വട്ടത്താണിക്കും മൂച്ചിക്കലിനും നടുവിലായിട്ടാണ് പ്ലേസ് വരുന്നത്. ഇവിടുത്തെ ലൊക്കേഷന് ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ അറിയാൻ വീഡിയോയിൽ നമ്പർ ഉണ്ട്, അതിൽ വിളിച്ചാൽ മതി. അതുപോലെ തന്നെ ഇവിടെയുള്ള ബാക്കിയുള്ള വാഹനങ്ങൾ കാര്യങ്ങളൊക്കെ ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. ഇവിടെ നമുക്ക് ആദ്യമായിട്ട് വോക്സ് വാഗന്റെ പോളോ നമുക്ക് പരിചയപ്പെടാം. ഇത് ചെറിയ ബഡ്ജറ്റിൽ വാഹനങ്ങൾ കിട്ടും കേട്ടോ. അതും 5 ലക്ഷം രൂപയ്ക്ക് 2 വാഹനങ്ങൾ ഒന്നിച്ച് കാണിച്ചു കൊടുക്കല. ബൈറ്റ് ഒന്ന് പറഞ്ഞത് 2013 മോഡലും അത് 2012 മോഡലും. ഇത് ഹൈലൈൻ ഫുൾ ഓപ്ഷൻ വണ്ടിയും അത് കംഫർട്ട് ലൈൻ ആണ്. AC പോസ്റ്റ് നമുക്ക് ആദ്യം ഇതിന്റെ പറഞ്ഞു കൊടുക്കാം. വൈറ്റിന്റെ ഇത് എത്ര മോഡലാണ്? ഇത് 13 മോഡൽ വണ്ടി. AC പവർ സ്റ്റിയറിംഗ്, പവർ വിൻഡോ, ക്ലൈമറ്റ് കൺട്രോൾ എല്ലാം വരുന്നുണ്ട്. സീറ്റ് കവർ, ആൻഡ്രോയിഡ് സ്റ്റീരിയോ, അങ്ങനെ എല്ലാ ഫീച്ചേഴ്സും ഉണ്ട്. അലോയ് ഉണ്ട്, അത്യാവശ്യം കുഴപ്പമില്ലാത്ത ടയർ ഉണ്ട്. 3 സിലിണ്ടർ വണ്ടിയാ വരിക. ഇത് എത്ര കൊടുക്കാം? ഇത് നമുക്ക് 2.25 കൊടുക്കാം. 2.25 നെഗോഷ്യബിൾ അല്ലേ? ചെറിയ എന്തെങ്കിലും മാറ്റം ചെയ്ത് കൊടുക്കാം. അപ്പൊ ഈ റെഡിന്റെ ഒന്ന് പറഞ്ഞോ. റെഡ് 2012 വണ്ടി. പിന്നെ കംഫർട്ട് ലൈന്. ഇതിന് എക്സ്ട്രാ അലോയിലും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. റെഡ് കളറാണ്. ഈ വണ്ടി നമുക്ക് 2.25 കൊടുക്കാം. മെക്കാനിക്ക് കുഴപ്പമൊന്നുമില്ല, ഒരു ആവറേജ് കാര്യം മെക്കാനിക് കാര്യങ്ങളെല്ലാം. ഇത് എത്ര ചോദിക്കുന്നത്? 2.25 കൊടുക്കാം. 2.25 അല്ല, നെഗോഷ്യബിൾ അല്ലേ? ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ. ടവേരയാണ്, 3 പീസ് ഉണ്ട് കേട്ടോ. ടാക്സിക്കാരൊക്കെ ഉണ്ടെങ്കിൽ വന്ന് നോക്കിക്കോ. ഇതേ ആദ്യം ഇത് 2010 മോഡൽ AC പവർ സ്റ്റിയറിംഗ്, പവർ വിൻഡോ വരുന്ന വണ്ടിയാണ്. പുതിയ പേപ്പർ ഫുൾ ക്ലിയർ ഉള്ള വണ്ടി. ഇത് നമുക്കൊരു 2.75 കൊടുക്കാം. 2.75 കൊടുക്കാം. വണ്ടി എല്ലാ ഭാഗവും നോക്കുകയാണെങ്കിൽ ഫിറ്റ് ആണ്, കുഴപ്പമൊന്നുമില്ല. എണ്ണടിച്ച ഓടാ. അത്യാവശ്യം മൈലേജും കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടിയാണ്. നിലവിൽ ടാക്സി പെർമിറ്റോട് കൂടിയുള്ള ഒരു വാഹനം കൂടിയാണ്. ഇനിയിപ്പോ എടുക്കുന്ന ആള് ടാക്സ് പെർമിറ്റ് എടുക്കേണ്ട ആവശ്യമില്ല. അപ്പൊ ബാണാൻ വിളിച്ചോ. ഇവിടെ വീണ്ടും ഒരു ടവേര നോക്കാം. ഇത് എന്ത് പാട്? ഇത് 2010 മോഡല്. 2010 മോഡൽ. ഇതും പുതിയ പേപ്പറിൽ നമുക്ക് 2.5 കൊടുക്കാം. 2.5 കൊടുക്കാം. വണ്ടി എന്ത് പാട്? കുഴപ്പമില്ല. AC പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവറിന്റെ ഉള്ള വണ്ടിയാണ്. അടുത്തൊരു ഗ്രേ കളർ നോക്കല്ലേ? 2007. 2027 വരെ പേപ്പർ കാര്യങ്ങൾ. പ്രൈവറ്റ് വാഹനമാണ്. ഇതെത്ര ലാസ്റ്റ്? നമ്മൾ 1.25 ചോദിക്കേണ്ടത് കുറച്ച് കൊടുക്കാം. മാക്സിമം വില പിടിച്ചു കൊടുക്കല. ഹോണ്ടന്റെ ജാസ് ആണ്. 25 കിലോമീറ്റർക്ക് മൈലേജ് കിട്ടുന്ന ഒരു ഡീസൽ വാഹനമാണ്. ഇത് എങ്ങനെയാണ് മോഡൽ വരുന്നത്? ഇത് 2015 മോഡല് ലാസ്റ്റ് വണ്ടി. AC പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവർ വിൻഡോ. പിന്നെ കമ്പനി സ്റ്റീരിയോ. 4 പുത്തൻ ടയർ ഉണ്ട്. 4 കടുംപുത്തൻ ടയർ, സീറ്റ് കവർ എല്ലാം ചെയ്തു. അലോയ്സ് എക്സ്ട്രാ കയറ്റിയതാ? അലോയ്സ് ഒക്കെ കമ്പനി അളവിലുള്ള വണ്ടിയാ. ഇത് എത്രയാണ് നിങ്ങൾ ചോദിക്കുന്നത്? ഈ വണ്ടി നമുക്കൊരു 5 രൂപ ചോദിക്കണം. 4.25 കൊടുക്കാം. 4.25 ലാസ്റ്റ് കൊടുക്കാം. ഫുള്ള് ലോൺ കൊടുക്കാം. ഫുള്ള് ലോൺ എന്തെങ്കിലും ചെറിയ മാറ്റം നമുക്ക് ചെയ്തും കൊടുക്കാം. അപ്പൊ വാങ്ങാൻ വിളിച്ചോ. Audi A4 ആണ്. ഒറിജിനൽ കേരള വണ്ടി. 2014 മോഡൽ വണ്ടി. 3rd ഓണർഷിപ്പില്. പക്ക നീറ്റ് ക്വാളിറ്റി വണ്ടി. റീപ്ലേസോ കാര്യങ്ങളൊന്നുമില്ല. ഫിനാൻസിൽ കൊടുക്കാം നമുക്ക്. ഒരു ഇന്നോവ കാറിന്റെ പൈസ ഉള്ളൂ അല്ലേ?
ഓക്കെ ഫുള്ള് ലോണിൽ കൊടുക്കാം. ഫുള്ള് ലോൺ കൊടുക്കാം നമുക്ക്. എത്ര ടാസ്ക്? ഇത് നമുക്ക് ഒരു 11 ലക്ഷം രൂപ ചോദിക്കുന്നുണ്ട്. 10.25 കൊടുക്കാം. 11.5 ലോൺ കൊടുക്കാം നമുക്ക്. ഓക്കെ ലാസ്റ്റ് ആണോ അല്ല എന്തെങ്കിലും ചെറിയ മാറ്റം ചെയ്ത് കൊടുക്കാം. ഫുള്ള് പൊട്ടിച്ചു കൊടുക്കൂല? പൊട്ടിച്ചു കൊടുക്കാം നമുക്ക്. ഫുള്ള് പൊട്ടിച്ചു കൊടുക്കാം. അപ്പൊ ബാണാൻ വിളിച്ചോ. ചെറിയ ബഡ്ജറ്റിൽ ഒരു കാർ നോക്കല്ലോ. ഇതെങ്ങനെയാണ്? ഇയോണ് 2013 മോഡൽ വേണ്ടി. ഓക്കെ 1.5 ലക്ഷം രൂപ കൊടുക്കാം. 1.5 രൂപ കൊടുക്കാം. എന്തെങ്കിലും ചെറിയ മാറ്റം ചെയ്തും കൊടുക്കാം. ഓക്കെ വണ്ടി എന്ത് പാട്? കുഴപ്പമില്ല. ഒരു 65,000 കിലോമീറ്റർ ഓടിച്ചുള്ളൂ. റീപ്ലേസ് കുഴപ്പമില്ലാത്ത വണ്ടി. റീപ്ലേസ് ഒന്നുമില്ല. തട്ടുമുട്ടൊന്നുമില്ല. ഇല്ല. ഓക്കെ അപ്പൊ ബാണാൻ വിളിച്ചോ. ഇവിടെ നല്ല ചേലുള്ള ഒരു നാനോ കാറ്. നല്ല കളറാണല്ലോ. ഈ കമ്പനി കളർ അല്ലേ? കമ്പനി കളറാണ്. എങ്ങനെയാണ് കാര്യങ്ങൾ? സ്പെഷ്യൽ എഡിഷൻ വണ്ടിയാ. സ്പെഷ്യൽ എഡിഷൻ ആണ്. അതെ. ഓക്കെ എത്ര മോഡലാ? 2012 ലാസ്റ്റ് മോഡൽ വണ്ടി. ഓക്കെ AC പവർ വിൻഡോ. 63,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. വണ്ടി നല്ല വണ്ടിയാ. മെക്കാനിക് ക്വാളിറ്റി വണ്ടിയല്ല. നല്ല ക്വാളിറ്റി വണ്ടിയാ. മെയിൻ ഗ്ലാസിന് ഒരു ക്രാക്ക് ഉണ്ട്. നമുക്ക് ചെയ്ത് കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ കൊടുക്കാം കസ്റ്റമറിന്. എത്ര ടാസ്ക്? നമുക്ക് 65 രൂപ ആസ്ക് ചെയ്യേണ്ടത്. എന്തെങ്കിലും ചെറിയ കുറവ് ചെയ്ത് കൊടുക്കാം. ഓക്കെ നെഗോഷ്യബിൾ ആണ്. സ്വിഫ്റ്റ് ഡീസൽ വണ്ടിയല്ല ഇത്? 2010 ഡീസൽ VDI AC പവർ സ്റ്റിയറിംഗ് 4 ഡോർ പവറിന്റെ വണ്ടി. ഓക്കെ ഈ വണ്ടി പുതിയ പേപ്പർ എടുത്ത വണ്ടിയാണ്. 2030 വരെ പേപ്പറുകളും കാര്യങ്ങളും ഫുൾ ഫിറ്റ് ആണ് വണ്ടി. ഫുൾ ഫിറ്റ് ആണ്. മെക്കാനിക്കും ഫിറ്റ് ആണ്. ഓക്കെ എത്ര ടാസ്ക്? 2,10,000 രൂപ ചോദിക്കുള്ളൂ. എന്തെങ്കിലുമൊക്കെ കുറച്ച് കൊടുക്കാൻ പറ്റും തന്നെ. ഫുൾ പൊട്ടിച്ച് അങ്ങോട്ട് കൊടുക്കാൻ. ഫുൾ പൊട്ടിച്ച് കൊടുക്കുന്നത്. മാക്സിമം കുറച്ച് നമുക്ക് എന്തെങ്കിലും ചെറിയ വ്യത്യാസം ചെയ്ത് കൊടുക്കാം. ഓക്കെ അപ്പൊ വിളിച്ചോ. ഇവിടെ നല്ലൊരു അടിപൊളി ആൾട്ടോ 800 നോക്കാം. ഇതെങ്ങനെയാണ്? ഇത് 2018 മോഡല്. 2018 മോഡല് LXI AC പവർ സ്റ്റിയറിംഗ് പവർ വിൻഡോ. ഓക്കെ 70,000 കിലോമീറ്റർ ഷോറൂം ഹിസ്റ്ററി സർവീസ് ഉള്ള വണ്ടി. തന്നെ ഹിസ്റ്ററിയുള്ള വണ്ടി. ഓക്കെ റീപ്ലേസ് ഒന്നുമില്ല. റീപ്ലേസോ കാര്യങ്ങളോ ഒന്നുമില്ല. തട്ടുമുട്ട് വരക്കൊന്നുമില്ല. ഒരു പരിക്കില്ലാത്ത വണ്ടിയാണ്. നല്ല അലുവ പോലത്തെ വണ്ടിയല്ല? നല്ല വണ്ടി. ക്വാളിറ്റി വണ്ടി. ഈ വണ്ടി നമുക്കൊരു 2,65,000 രൂപ കൊടുക്കാം. 2,65 കൊടുക്കാം. 2,30,000 രൂപ ഫിനാൻസും കൊടുക്കാം. തന്നെ അതിന് മേലെ സിവിൽ ഉള്ള ആളാന്നുണ്ടെങ്കിൽ അതും കൊടുക്കാം. ഓക്കെ ഫുൾ ഫിറ്റ് വണ്ടിയല്ല? ഒന്നും നോക്കാല്ല. വണ്ടി എടുക്കാൻ കൊണ്ടുപോവാ. ഓക്കെ ഒരു റയർ പീസാണ്. ഡീസൽ ഓട്ടോമാറ്റിക് വണ്ടിയാണ്. ഏതാ വണ്ടി? സ്കോഡന്റെ ലോറ 2008 മോഡൽ വണ്ടി. 2028 വരെ ഫിറ്റ്നസ്. ഓട്ടോമാറ്റിക് DSC ഗിയർ ബോക്സ് വരുന്ന വണ്ടിയാ. ഓക്കെ സൺറൂഫ്, ക്ലൈമറ്റ് കൺട്രോൾ, AC പവർ സ്റ്റിയറിംഗ്, പവർ വിൻഡോ, അലോയ് എല്ലാ ഫീച്ചേഴ്സും അന്നിറങ്ങിയ വണ്ടിയാ. ഓക്കെ കിടിലം വണ്ടി. ഒന്നും നോക്കാല്ല. കൊണ്ടുപോകാൻ ഉപയോഗിക്കാം. ഓട്ടോമാറ്റിക് വണ്ടി. 2 ലക്ഷം രൂപയ്ക്ക് പ്രീമിയം വണ്ടി. നല്ല മൈലേജും കിട്ടും. മൈലേജും ഉണ്ട്. ഓക്കെ സീറ്റ് നണിക്കല്ല. സീറ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് ഫുള്ള് പുതിയ സീറ്റുകളൊക്കെ അടിച്ചു കൊടുക്കാം. ഓക്കെ ഇന്നലെ വന്നിട്ടുള്ള വണ്ടി. ഓക്കെ എത്ര വില പറഞ്ഞ ലാസ്റ്റ്? ഇതൊക്കെ 2 ലക്ഷം രൂപ ചോദിച്ചുള്ളൂ. എന്തെങ്കിലും കുറച്ച് മാക്സിമം റേറ്റ് കുറച്ച് കൊടുക്കും. പിന്നെ ഏത് വണ്ടി ഇവിടെ എക്സ്ചേഞ്ച് എടുക്കണല്ലേ? ഏത് വണ്ടി കൊണ്ടുവരും നമ്മളിവിടെ എക്സ്ചേഞ്ച് എടുക്കും. ഓക്കെ നിങ്ങൾ ബൈക്കോ കാറോ ജീപ്പോ ലോറിയോ ബസ്സോ നമ്മളിവിടെ ഏറ്റെടുക്കും. ഓക്കെ എന്ത് വണ്ടി കൊണ്ടുവന്നാലും നിങ്ങൾക്ക് മാറ്റി തരും കേട്ടോ. ഇനിയിപ്പോ ചെറുവണ്ടികൾ കൊടുത്തിട്ട് വലിയ വണ്ടിയൊക്കെ എടുക്കാൻ ആഗ്രഹമുള്ള ആൾക്ക് വേഗം വന്നോളി. ഇതൊക്കെ ലേഡീസിന് കൊണ്ടെടുക്കാൻ പറ്റിയ വണ്ടിയാ. വലിയ വണ്ടി പറഞ്ഞല്ലേ. സിമ്പിൾ ആയിട്ട് കയറ്റത്തിൽ നിർത്തി കഴിഞ്ഞാൽ അടിക്ക് ഇറങ്ങാത്ത വണ്ടിയാണ് ഇതൊക്കെ. ഓക്കെ ചെറിയ പൈസക്ക് ഒരു SUV കൊടുക്കല. XUV 500 2016 മോഡൽ സിംഗിൾ ഓണർ. കർണാടകയ്ക്കാണെങ്കിൽ അങ്ങോട്ട് കൊടുക്കാം. നാട്ടിലാണെങ്കിൽ ഇങ്ങോട്ട് നമ്പർ ആക്കി കൊടുക്കാം. അല്ല ഇത് നമ്പർ മാറിയിട്ടില്ല. നമ്പർ ആക്കിയിട്ട് കൊടുക്കണമെങ്കിൽ കർണാടകക്കാണെങ്കിൽ NOC പൈസ നമ്പർ ആക്കണ പൈസ കുറച്ചാണ് കൊടുക്കും. ഓക്കെ എത്ര മോഡല്? ഇത് 2016 മോഡല്. 2016 മോഡല് സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. ഓക്കെ ഏതാ ഓപ്ഷന്? ഇത് W6 ആണ്. യെസ്. അലവില് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. AC പവർ സ്റ്റിയറിംഗ്, പവർ വിൻഡോ എല്ലാം വരുന്ന ടൈപ്പ് വണ്ടിയാണ്. എത്ര ടാസ്ക്? ഇത് നമുക്ക് ഇവിടെ നമ്പർ ആക്കിയിട്ടാണെന്നുണ്ടെങ്കിൽ 690 ഇവിടെ ചോദിക്കണ്ടേ. നമ്പർ ആക്കിയില്ലാന്നുണ്ടെങ്കിൽ ആ പൈസ നമുക്ക് കുറച്ച് കൊടുക്കല. കർണാടക മാക്സിമം കുറച്ച് കൊടുക്കാം നമുക്ക് വണ്ടി. ഓക്കെ അപ്പൊ നല്ല കിളിക്കുഞ്ഞു പോലത്തെ ടൊയോറ്റന്റെ അൾട്ടീസ് ആണ്. ഇതെങ്ങനെയാണ്? ഇത് 2014 ലാസ്റ്റ് വണ്ടി. കയറ്റിയതല്ലേ? ഇതൊക്കെ 10,65,000 അലൈസും കാര്യങ്ങളൊക്കെ കയറി വണ്ടിയാ. ഓക്കെ എത്ര മോഡലാ? 2014 ഡിസംബർ ലാസ്റ്റ് വണ്ടി. ന്യൂ ടൈപ്പ് വണ്ടിയാണ്. അൾട്ടീസിൽ പുതിയ ഷേപ്പ് ഇറങ്ങിയ വണ്ടി. പുതിയ ഷേപ്പ് ഇറങ്ങിയതാ? ആക്കിയതാ? ഇറങ്ങിയ ടൈപ്പ്. ആക്കാനൊന്നും പറ്റില്ല. ഇറങ്ങിയതാ. ഓക്കെ ഏതാ കാര്യങ്ങള്? ഇത് സെക്കൻഡ് ഓണർഷിപ്പ്, 2ാമത്തെ ഓണർഷിപ്പ്. ഇവിടെ നമ്പർ ആയ വണ്ടിയാണ്. 20-22 കിലോമീറ്റർ മൈലേജ് കിട്ടും. ഈ പിന്നെ
റീപ്ലേസ്മെന്റ് ആകെ മെയിൻ ഗ്ലാസ് മാത്രം മാറിയിട്ടുള്ളൂ. ഓക്കെ. നല്ല കാണാൻ ചൊറുക്കും വൃത്തിയും ക്വാളിറ്റി ഉള്ള വണ്ടി, നല്ല ഹൈ ക്വാളിറ്റി അതുപോലത്തെ വണ്ടിയല്ലേ? പ്രീമിയം വണ്ടിയല്ലേ, ടൊയോട്ടയിൽ പ്രീമിയം വണ്ടിയാണ് അൾട്ടീസ്. അത് ചെറിയ ബഡ്ജറ്റിന് കൊടുക്കാം. ചെറിയ ബഡ്ജറ്റിന് കൊടുക്കാം. നമുക്ക് എത്ര കൊടുക്കാം? നമുക്കൊരു 5.25 കൊടുക്കാം. 5.25 കൊടുക്കാം. ഓക്കെ, കുറച്ച് കൊടുക്കോ? ഇതിലൊക്കെ ചെറിയ മാറ്റം ചെയ്ത് കൊടുക്കാം. 4.5, 5 രൂപ, 5.5 നമുക്ക് മാക്സിമം ഫിനാൻസ് നമുക്ക് നോക്കാം. മാക്സിമം ലോണും കിട്ടുമല്ലേ? അൾട്ടീസ് അലവിലും കാര്യങ്ങളെല്ലാം ഉണ്ട്. AC, പവർ സ്റ്റാറിംഗ്, പവർ ഉണ്ട്, എല്ലാം വർക്കിംഗ്. ചുരുക്കുള്ള വണ്ടി, സൂപ്പർ വണ്ടി. ഓക്കെ. ഒരു ജീപ്പാണ് ഇത്, 4x4 ഇത് 2 വീൽ 1982 മോഡല് വിന്റേജ് ജീപ്പ് ബില്ലീസ് എന്ന് പറയും. ഓക്കെ. 82 2029 വരെ പേപ്പർ ഉണ്ട്. എല്ലാ ഭാഗങ്ങളും ഓക്കെയാണ്. പാച്ച് വർക്ക് കാര്യങ്ങളൊന്നുമില്ല. പവർ സ്റ്റാറിംഗ് കാര്യം ഉണ്ട് കേട്ടോ. പവർ സ്റ്റാറിംഗ് കയറ്റിയ ജീപ്പ്. അതെ, പവർ സ്റ്റിയറിംഗ് ഒക്കെ ഉണ്ട്. പവർ സ്റ്റാറിംഗ് കയറ്റിയ ജീപ്പാണ്. എല്ലാ ഫിറ്റിംഗ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊരു നിങ്ങൾ പറയാന്നുണ്ടെങ്കിൽ വിന്റേജ് ആ പഴമ നിലനിർത്തിക്കൊണ്ടിരിക്കുന്ന വണ്ടിയാണ്. ഓക്കെ. വിന്റേജ് നമ്പറാണ്, KE എന്ന് പറഞ്ഞ നമ്പറാണ് വണ്ടിമേ. അതെ അതെ, വിന്റേജ് നമ്പർ കാര്യങ്ങളെല്ലാം ഉള്ള വണ്ടിയാ. എത്ര ടാസ്ക്? ഇത് നമുക്ക് 2,50,000 രൂപ കൊടുക്കാം. 2,50,000 കൊടുക്കാം. 2,50,000 1982 വണ്ടി ഇപ്പോഴും ഇങ്ങനെ നിൽക്കുന്ന വണ്ടി 2,50,000 കൊടുക്കാം. ലോണൊന്നും കിട്ടൂലല്ലോ. ലോൺ എന്തിനാ? ഇതൊക്കെ ലോൺ തരും. ഇതൊക്കെ കൊണ്ടേ പെരെ നിർത്തിയത് കിങ്ങായല്ലേ, രാജാവല്ലേ, രാജാവിന്റെ കുഞ്ഞല്ലേ. നാനോ കാർ എങ്ങനെയാണ്? നാനോ 2014 മോഡല്, 14 രജിസ്ട്രേഷൻ വണ്ടിയാ. ഓക്കെ. ന്യൂ ടൈപ്പ് ലൈറ്റും കാര്യങ്ങളൊക്കെ കേട്ടിട്ടുണ്ട്. ചെറിയ ചെറിയ വൃത്തിയാക്കലും കാര്യങ്ങളൊക്കെ ഉണ്ട് വണ്ടിമേ. പിന്നെ AC വർക്കിംഗ് ആണ്. ഓക്കെ. നാനോ 22 കിലോമീറ്റർ മൈലേജ് ഒക്കെ ഉണ്ട്. ഉള്ളും കാര്യങ്ങളൊക്കെ നല്ല വൃത്തിയുണ്ട്, കുഴപ്പമൊന്നുമില്ല. തുരുമ്പൊന്നും അങ്ങനെ വല്ലാണ്ട് വന്നിട്ടില്ല. ഈ വണ്ടി നമുക്ക് ഒരു 53,000 രൂപ കൊടുക്കാം. 53,000 രൂപ ഒരു നാനോ കാർ അല്ല? ഓക്കെ. ഇവിടെ ഒരു റയർ പീസ് കാണിച്ചു കൊടുക്കല്ലോ. റയർ പീസ് പറഞ്ഞാൽ DI ടെർബോ വണ്ടി. ഓക്കെ. സുമോ DI ടെർബോ മൈലേജില് രാജാവും ഇന്നും ആൾക്കാരുടെ ഇടയിൽ പേരെടുക്കുന്ന വണ്ടിയാ. അതെ അതെ. മൈലേജ് ഉണ്ട്. കംപ്ലൈൻസിന് ഒന്നാണെങ്കിൽ ഒരു കംപ്ലൈന്റും വരില്ല. കൊണ്ടെടുക്കുമ്പോ ഏത് ടെറയിലും കൊണ്ടെടുക്കാൻ പറ്റിയ വണ്ടിയാ. അതെ അതെ അതെ. AC വർക്കിംഗ് ആണ്, പവർ സ്റ്റാറിംഗ് വർക്കിംഗ് ആണ്. നല്ല രസമുള്ള വണ്ടി, ഷേപ്പ്, ക്വാളിറ്റി കാര്യങ്ങളെല്ലാം ഉണ്ട്. ഒരു പൊടി പാച്ച് വർക്ക് ഇല്ല വണ്ടി, പൊടി പാച്ച് വർക്ക് ഇല്ല, ഒന്നുമില്ല. കിടിലം വണ്ടി. ടയറും കാര്യങ്ങളൊക്കെ അത്യാവശ്യം ഉണ്ടായിരുന്നു. ഓക്കെ. പിന്നെ മെക്കാനിക് ഭാഗം നോക്കുകയാണെങ്കിൽ ഫുൾ ഫിറ്റ് ആണ്. ഇന്റീരിയർ ഭാഗം നോക്കുകയാണെങ്കിൽ പറയണ്ട, ക്വാളിറ്റി. ചുമ്മാ പറയണല്ല, വണ്ടി പോലെ ഉണ്ട്. ഇത് 8 സീറ്റ് അല്ല? 8 സീറ്റ് വണ്ടി. ഓക്കെ. എത്ര ടാസ്ക്? ഇത് നമുക്ക് 2,65,000 രൂപയാണ് ചോദിക്കണേ. എന്തേലൊക്കെ കുറച്ച് നമുക്ക് കൊടുക്കാം. ഇവിടെ ഉള്ള ആൾക്കാർ, ഞങ്ങൾ ഈ നാട്ടില് പരിസരത്തുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ 1,20,000 രൂപ അവിടെ തിരൂർന്ന് ലോൺ കൊടുക്കും. ബാങ്കാണ് ചെയ്യുന്നുണ്ടെങ്കിൽ അവരെ പേപ്പർ ക്ലിയർ ആണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് എത്ര കിട്ടണോ അത്രയും ഫിനാൻസ് നമുക്ക് ചെയ്ത് കൊടുക്കാം. വണ്ടി കൊണ്ടെടുക്കുമ്പോണ്ടല്ലോ പവറാണ്. പവറിലുണ്ട്, പെർഫോമൻസിലുണ്ട്. അന്നൂല വണ്ടി 120 കിലോമീറ്റർ പോലും. ഓക്കെ. ഓഫ് റോഡ് വണ്ടി നോക്കാം. പെജേരോ ആണ്. ഇതെങ്ങനെയാണ്? 2011-12 രജിസ്ട്രേഷൻ വണ്ടി. ഓക്കെ. ഇത് പറയാന്നുണ്ടെങ്കിൽ SFX മോഡല്, ബുൾഡോഗ് എന്നൊക്കെ പറയാ, വിശേഷിപ്പിക്കാം, അങ്ങനെ വിശേഷിപ്പിക്കാം. ഓക്കെ. 4 വീല് വണ്ടി. 4 വീൽ വണ്ടി എല്ലാവർക്കും ഇഷ്ടപ്പെട്ട കളറാണ്. റെഡും വൈറ്റും ആണ് പജോറൽ ഏറ്റവും കൂടുതൽ മാർക്കറ്റിലെ. അല്ല, ഏറ്റവും മാർക്കറ്റ് കൂടുതലുള്ള ഒരു കളറാണ് ഇത്. അതെ. വണ്ടി നോക്കുകയാണെന്നുണ്ടെങ്കിൽ മേജർ ആയിട്ട് ഒരു കംപ്ലൈന്റോ കാര്യങ്ങളൊന്നുമില്ല. റീപ്ലേസ്മെന്റ് ഉണ്ടെങ്കിൽ മെയിൻ ഗ്ലാസ് ഉണ്ടാവും, വേറെ ഒന്നുമില്ല. അത്യാവശ്യം കോപ്പല്ലാത്ത മെക്കാനിക് ഒന്നും ഒരു മോശമില്ല. ചില്ലറൊക്കെ ഉണ്ടാവും. കാരണം 2011-12 രജിസ്ട്രേഷൻ വണ്ടിയാ. ഇതൊക്കെ 4 വീലും കാര്യങ്ങളൊക്കെ എല്ലാം വർക്കിംഗ് ആണ്. മെക്കാനിക്കും AC-യും പവർ സ്റ്റാറിംഗ്, പവർ വിൻഡ് എല്ലാ കാര്യങ്ങളും ഒക്കെയാണ്. ടയർ ചെറിയൊരു മോശം ബാക്കിൽ ഉണ്ട്. കസ്റ്റമറിന് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ അത് എന്ത് ചെയ്യാം, മാറ്റി കൊടുക്കാം. ഓക്കെ. എത്ര ടാസ്ക്? 8.5 ലക്ഷം രൂപ കൊടുക്കാം. ഈ വണ്ടി മാർക്കറ്റിൽ 10-11 മാർക്കറ്റ് ഉണ്ട്. പക്ഷെ നമ്മൾ കൊടുക്കുന്നത് 8.5 ലക്ഷം രൂപ. 8 രൂപ കൊടുക്കും. ലോൺ എങ്ങനെയാണ്? ലോണ് 4 രൂപ വരെ മാക്സിമം നമുക്ക് കയറുള്ളൂ എന്ന് പറഞ്ഞിട്ട്. കാരണം ഇയർ കുറവുള്ള വണ്ടി ആയതുകൊണ്ട്. പിന്നെ ഇതൊക്കെ റയർ പീസാണ്. 20 കിലോമീറ്റർ ഒക്കെ മൈലേജ് കിട്ടുന്ന ഒരു വാഹനം അല്ല? പുന്തോ ഫിയറ്റിന്റെ പൂണ്ടോ ആണ്. 2013 മോഡല്. 2013, 2028 വരെ പേപ്പർ വാഹനങ്ങളൊക്കെ ഉണ്ട്. ഡീസൽ വാഹനം, കൊട്രാജെറ്റ്, മൾട്ടി ജെറ്റ് ഇഞ്ചിനാണ് ഇതിന് വരിക. അത്യാവശ്യം നല്ല വൃത്തിയുള്ള സീറ്റ് കവർ കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഇതും റീപ്ലേസ്മെന്റോ കാര്യങ്ങളൊന്നുമില്ല. ചെറിയ എമൗണ്ട് 1,60,000 രൂപ കൊടുക്കാൻ പറ്റും. 1,60,000. 2010 വണ്ടിന്റെ പൈസക്ക് 2013 മോഡൽ വണ്ടി നമ്മൾ കൊടുക്കണേ തന്നെ. ഒരു ഡീസൽ വാഹനമാണ്, അത്യാവശ്യം മൈലേജ് കൂടുതൽ കിട്ടും. മൈലേജും ഉണ്ട്, മെക്കാനിക്കും ഉണ്ട്, ഫിറ്റ് വണ്ടി ഫുൾ എല്ലാ ഭാഗം നോക്കണ ഫിറ്റാണ്. ഓക്കെ. ഇവിടെ ഒരു മഹീന്ദ്രന്റെ സ്കോർപിയോ നോക്കാം. 2009 മോഡല് ന്യൂ ഷേപ്പ് പറഞ്ഞ DI ടെർബോ എഞ്ചിൻ സ്കോർപിയോ. മെക്കാനിക് നോക്കാന്നുണ്ടെങ്കിൽ ഈ സാധാരണയായിട്ട് ഈ സെൻസർ അങ്ങനത്തെ വിഷയങ്ങളുടെ കംപ്ലൈന്റ് ഒന്നും ഇല്ലാത്ത വണ്ടിയാ. ഇതൊരു 18 കിലോമീറ്റർ 15-16 കിലോമീറ്റർ വരെ മൈലേജ് കിട്ടും ഈ വണ്ടിക്ക്.
തന്നെ DI ഇഞ്ചൻ ടർബോ ഇഞ്ചൻ ആയതുകൊണ്ട് മൈലേജ് കൂടുതൽ കിട്ടും. AC ഉണ്ട്, പവർ സ്റ്റാറിംഗ് ഉണ്ട്, ന്യൂ ടൈപ്പ് ആണ് വണ്ടി. പുതിയ പേപ്പർ 2030 വരെയുള്ള പേപ്പറിൽ നമുക്ക് വണ്ടി കൊടുക്കാം. മെക്കാനിക് ഫിറ്റ്, മെക്കാനിക് ഒന്നും നോക്കാനില്ല. DI ഇഞ്ചൻ വണ്ടിക്ക് കംപ്ലൈന്റ് വരൂല. എണ്ണ അടിച്ചാ ഓടാം. മൈലേജും ഉണ്ട്, കൊണ്ടെടുക്കും ചെയ്യാം. 7 ആൾക്ക് 8 ആൾക്ക് സുഖ സുന്ദരായിട്ട് വണ്ടിയും കിങ്, മൈലേജിലും കിങ്. ഓക്കെ, ഇത് 2008 ഇത് വണ്ടി ഷവർ ലൈറ്റിന്റെ ക്യാപ്റ്റീവ. ഒരു 7 സീറ്റർ വാഹനമാണ്. എങ്ങനെയാണ് കാര്യങ്ങള്? 2008 മോഡല്. പിന്നെ പുതിയ പേപ്പർ എടുത്തുണ്ട്. ഓക്കെ, പറഞ്ഞോളൂ. 7 സീറ്റ് ആണ്, ഡീസൽ മാനുവലാണ് വരുന്നത്. സ്റ്റീരിയോ കാര്യങ്ങള്, ഡീസൽ മാനുവൽ വണ്ടി അല്ലേ? എയർ ബാഗ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. വണ്ടി മെക്കാനിക് എന്ന് പാട്? മെക്കാനിക് ഫിറ്റ് ഇല്ല വണ്ടി. ഫിറ്റാണ്, ഒന്നും നോക്കാനൊന്നുമില്ല. ഓക്കെ, എത്ര ലാസ്റ്റ്? ഇത് 3.4 രൂപയ്ക്കുണ്ട്. 3.4. ഓക്കെ, വില കുറയോ? എന്തെങ്കിലും കുറച്ചെടുക്കാം. ഓക്കെ, നെഗോഷ്യബിൾ ആണ്. ഇവിടെ ഒരു ഇന്നോവ കാർ നോക്കാലോ. ഇത് കളർ ഇത് കമ്പനി കളറാണ്. ഓക്കെ, ഇത് കമ്പനിയിൽ നിന്ന് വന്ന പോലെ തന്നെ ടൈപ്പ് 4 ഒന്നും ആക്കിയിട്ടില്ല. ഓക്കെ, മോഡൽ എത്രയാ? ഇത് 2005 മോഡല്, സെക്കൻഡ് ഓണർഷിപ്പിൽ വരുന്ന വണ്ടിയാ. വി ഓപ്ഷൻ ആണ്. വി ഓപ്ഷൻ ആണ് വരുന്നത്. ഓപ്ഷന് 2009 ഫുൾ ഓപ്ഷൻ വണ്ടി അല്ലേ? 2005 ഫുൾ ഓപ്ഷൻ വണ്ടി അല്ലേ ഇത്? ഓക്കെ, മെക്കാനിക് എന്തുവാണ്? പക്കാണ് അല്ലേ? ഒന്നും നോക്കാനില്ല. എത്ര ടാസ്ക്? ഇത് 3.4 രൂപ ചോദിക്കുന്നുണ്ട്. 3.4 ചോദിക്കുന്നുണ്ട്. ഇത് ക്വാളിറ്റി എന്തുവാണ്? ക്വാളിറ്റി പക്കാ ക്വാളിറ്റി, നല്ല ക്വാളിറ്റി. ആൾട്ടോ കേട്ടൺ അല്ലേ? ആൾട്ടോ കേട്ടന്. ഇതെങ്ങനെയാ? ഇത് 2014 VX ആണ്. ഓക്കെ, പിന്നെ ഓട്ടോക്ക് എത്ര ഉണ്ടാവും? ഓട്ടോ 85 കിലോമീറ്റർ. 1,85,000 രൂപ ചോദിക്കുന്നുണ്ട്. മാക്സിമം ലോണിൽ നമുക്ക് 1.55 ചോദിക്കുന്നുണ്ടല്ലേ? മാക്സിമം ലോണിൽ ചെയ്ത് കൊടുക്കാം. റണ്ണിങ് കണ്ടീഷൻ ഒക്കെ എന്തുവാണ്? കണ്ടീഷൻ ഒക്കെ പക്കാണ്. പക്കാണല്ലേ? പണി കാര്യങ്ങളൊന്നും ഇല്ല, എണ്ണടിച്ച ഓടും, അത്രേ ഉള്ളൂ. 20 കിലോമീറ്റർ ഒക്കെ മൈലേജ് കിട്ടുന്ന ഒരു ഡീസൽ വാഹനമാണ്. അത് ചെറിയ ബഡ്ജറ്റിൽ മാരുതിന്റെ SX4 ഡീസൽ VDI വണ്ടി. VDI ആണ് ഓപ്ഷൻ വരുന്നത്. അലവില് സീറ്റ് കവർ കാര്യങ്ങളൊക്കെ ചെയ്തോണ്ടി. ഓക്കെ, ഉള്ളിലൊക്കെ നല്ല സീറ്റ് കവർ ഒക്കെ ചെയ്തിട്ടുണ്ടല്ലോ. ഓക്കെ, അത്യാവശ്യം വൃത്തിയുള്ള ഒരു വണ്ടിയാണ്. നല്ല വൃത്തിയുണ്ട്. കമ്പനി സർവീസ് ഉണ്ട്. 20 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. മേജർ സർവീസ്. ഓട്ടോ ജെന്യൂൻ ആണോ? ജെന്യൂൻ ഓട്ടോ, കമ്പനി സർവീസ്, മേജർ സർവീസ് കമ്പനിയിൽ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ വാങ്ങാൻ വിളിച്ചോ? എത്ര ചോദിക്കുന്നത്? ഇത് 3 ലക്ഷം രൂപ ചോദിക്കുന്നുണ്ട്. മാക്സിമം ലോണിൽ കൊടുക്കാം. 3 ചോദിക്കുന്നുണ്ട്, മാക്സിമം ഫുൾ ലോണിൽ കൊടുക്കാം. ഓക്കെ, ഇവിടെ ഒരു ST നോക്കാം. ഇതെങ്ങനെയാണ്? ഇത് 2011 മോഡൽ K സീരീസ് വണ്ടിയാണ്. ഓക്കെ, LX ആണ് വരുന്നത്. 85,000 ഷോടെ ഓടിയിട്ടുള്ളൂ. പിന്നെ ഇത് നമുക്ക് ഒരു 1.15 കൊടുക്കാം. 1.15 കൊടുക്കാം. ഓക്കെ, ഇവിടെ ഒരു സ്വിഫ്റ്റ് കാർ നോക്കാം. ഇത് 2008 മോഡൽ സ്വിഫ്റ്റ് ആണ്. അലവില് കാര്യങ്ങളൊക്കെ വരുന്ന VDI ഓപ്ഷൻ സ്വിഫ്റ്റ്. 1 ലക്ഷത്തിന്റെ മുകളിൽ ഓടിയിട്ടുണ്ട്. അലോയ്സ് ഒക്കെ ചെയ്തിട്ടുണ്ട്. മേജർ ആക്സിഡന്റോ റീപ്ലേസോ ഒന്നും ഇല്ലാത്ത വാഹനം. നല്ല ക്വാളിറ്റി ഉണ്ട്. 1,85,000 ചോദിക്കുന്നുണ്ട്. എന്തെങ്കിലും കുറച്ച് കൊടുക്കാൻ മതി. ഓക്കെ, 1.55 ചോദിക്കുന്നുണ്ട്, കുറച്ച് കൊടുക്കാം. ഇവിടെ ഒരു സ്പാർക്ക് 2011 മോഡല് 4 ഡോർ പവർ വിൻഡോ ഒക്കെ വരുന്ന ഫുൾ ഓപ്ഷൻ വണ്ടി. ഓക്കെ, അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റി വണ്ടിയാണ്. ടയർ ഭാഗങ്ങള്, ഇന്റീരിയർ കാര്യങ്ങളൊക്കെ ക്വാളിറ്റിയാണ്. ലേഡീസ് ഒക്കെ ഡ്രൈവിംഗ് പഠിക്കാനും കാര്യങ്ങളൊക്കെ ആവശ്യപ്പെടും. ചെറിയ ഓട്ടോ അതെ അതെ, നല്ല വണ്ടി. ചെറിയ ബഡ്ജറ്റുള്ള നമ്മൾ 1.5 ചോദിക്കുന്നുണ്ട്. ഒരു 98,000 രൂപ ഫൈനൽ ഇട്ട് നമുക്ക് കൊടുക്കും. 98,000 രൂപ. ഓക്കെ, ഇവിടെ ഒരു ലാൻസർ കാണിച്ചു കൊടുക്കല്ലേ? ലാൻസർ 2007 മോഡൽ ലാൻസർ ഡീസലാണ്. ഓക്കെ, പിന്നെ അത്യാവശ്യം നല്ല വണ്ടി തന്നെയാണ്. മെക്കാനിക് എഞ്ചിൻ ഭാഗങ്ങളൊക്കെ ക്ലിയർ ആണ്. അതെ, എഞ്ചിന് ക്വാളിറ്റി ആണ്, നല്ല ക്വാളിറ്റി വണ്ടിയാണ്. എത്ര ടാസ്ക്? ഇത് നമ്മൾ 1.35 ചോദിക്കുന്നുണ്ട്. ഇൻഷുറൻസ് നമുക്ക് പുതിയ എടുത്തു കൊടുക്കാം അല്ലേ? ഓക്കെ, ഇവിടെ ഒരു മഹീന്ദ്രന്റെ കോണ്ടോ 2012 ഫുൾ ഓപ്ഷൻ വണ്ടി. ഓക്കെ, ഡീസലാണ്, മാനുവല്. പിന്നെ ഇത് നമുക്കൊരു 2.65 നല്ല ക്വാളിറ്റി ആയി കൊടുക്കാം. ഓക്കെ, 2.65 ചോദിക്കുന്നുണ്ട്. അതെ, 2.65. ഓക്കെ, ഇവിടെ ഒരു ടാറ്റന്റെ ഇത് വണ്ടി. ഇത് ഇൻഡിഗോ CS. ഓക്കെ, ഇതെങ്ങനെയാ? ഇത് നമുക്കൊരു 65,000 രൂപ കൊടുക്കാം. ഡീസൽ വാങ്ങണം, പുതിയ പേപ്പർ എടുത്ത വണ്ടിയാണ്. 65,000 രൂപയ്ക്ക് കൊടുക്കാം. ഓമിനിയാണ്. 2005 മോഡല് MPF എഞ്ചിൻ വരുന്ന വണ്ടി. ഓക്കെ, ഇത് നമുക്ക് പുതിയ പേപ്പർ 5 വർഷം എടുത്തിട്ട് 77,000 രൂപ കൊടുക്കാം. ഓക്കെ, ഇവിടെ ഒരു വാഗണർ അല്ല, ഇതെങ്ങനെയാണ്? 2006 മോഡലാണ്. VX ആണ് ഓപ്ഷൻ. 27 വരെ പേപ്പർ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, 4 ടയറൊക്കെ പക്ക ടയർ ആണ്. പിന്നെ നമുക്ക് 90,000 രൂപ ചോദിക്കുന്നുണ്ട്. എന്തെങ്കിലും ചെറിയ വ്യത്യാസം ചെയ്ത് കൊടുക്കാം. 90,000 രൂപ ചോദിക്കുന്നതാ. ഓക്കെ, ഇവിടെ ഒരു ആൾട്ടോ 800 2013 മോഡലാണ്. 13 മോഡലാണ്. 90,000 കിലോമീറ്റർ. മേജർ ആക്സിഡന്റും കാര്യങ്ങളൊന്നുമില്ല.
ഒരു ചെറിയ ഫാമിലിക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ ഒരു വണ്ടി. എത്ര കൊടുക്കാം? ഇത് നമുക്ക് 1.65 നമ്മൾ ആസ്കിയാണ്, 1.55 കൊടുക്കാം. കൊടുക്കാം അല്ലെ? ഓക്കെ. ഇവിടെ ഒരു ഇത് ഇൻഡിക വിസ്റ്റ, ഇത് എങ്ങനെയാണ്? ഇത് 2010 മോഡല്. 2010 മോഡലാണ്. ഓക്കെ. ഇത് എത്ര കൊടുക്കാം? ഇത് നമുക്ക് പുതിയ പേപ്പറിൽ 1 ലക്ഷം രൂപ കൊടുക്കാം. 1 ലക്ഷം രൂപ കൊടുക്കാം. ഇവിടെ ഒരു സ്വിഫ്റ്റ് കാർ, ഇത് 2010 സ്വിഫ്റ്റ് പെട്രോൾ. ഇത് എത്ര കൊടുക്കാം? ഇത് നമുക്ക് പുതിയ പേപ്പറിൽ 1.65 കൊടുക്കാം. ഇവിടെ ഒരു ടാറ്റന്റെ ഇൻഡിക. ഇതെങ്ങനെയാണ്? ഇത് നമുക്ക് പുതിയ പേപ്പറിൽ 55,000 രൂപ കൊടുക്കാം. 55,000 എടുത്തിട്ടുണ്ട്, 55,000 രൂപ നമുക്ക് കൊടുക്കാം. ഇവിടെ ഒരു നാനോ കാർ, 2010 പുതിയ പേപ്പറിൽ നമുക്ക് 45 രൂപ കൊടുക്കാം. 45 കൊടുക്കാം.